വലിയ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ തന്നെ വൈദ്യുത ഉപഭോഗവും സർവകാല റെക്കോർഡിലെത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക, നേരിട്ട് വെയിലേൽക്കരുത്, അങ്ങനെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കണം. അവധിക്കാലമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് വെയിലേൽക്കുന്നത് തടയണം. അവരെ കളിക്കാൻ പുറത്ത് വിടുമ്പോഴെല്ലാം ശ്രദ്ധിക്കണം. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുമൊക്കെ പ്രേരിപ്പിക്കണം. അങ്ങനെ വേനൽക്കാലം കനത്തതോടെ നമുക്കറിയാം പഴവർഗ്ഗങ്ങൾ ഏറെ ഡിമാൻഡാണ്. അതിൽ ഏറ്റവും ഡിമാൻഡുള്ളത് ആർക്കാണെന്നല്ലേ? നമ്മുടെ തണ്ണിമത്തനാണ്. മലബാറുകാരുടെ വത്തയ്ക്കൊക്കെയാണ് വിപണിയിൽ വൻ ഡിമാൻഡ്. ചൂടിനൊരു ആശ്വാസം തണ്ണിമത്തൻ നൽകുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാനെത്തുന്നവർ ഏറെയാണ്. ചൂടുകാലത്ത് ആശ്വാസമാകുന്ന ഒരു തണ്ണീർമത്തൻ കാഴ്ച കണ്ടുവരാം. എന്റെ പൊന്നു മോളെ, നീ അങ്ങ് നോക്കൂ, എച്ചാതി വെയിലാണ്. ഈ വെയിലത്ത് കൂടെയാണോ നമ്മൾ നടക്കണ്ടേ? സൺസ്ക്രീനും കൂടെ ഇട്ടില്ല. അവസ്ഥ നോക്കൂ. നീ കൊടയെടുക്കായിരുന്നു പറഞ്ഞതല്ലേ, ആരോട് പറഞ്ഞു. ഒരു ജ്യൂസ് കുടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അവിടെ ഒരു തണ്ണിമത്തൻ ഷോപ്പ് ഉണ്ട്, പോയാലോ? മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ചേട്ടാ, 2 ജ്യൂസ് എടുക്കാം. എങ്ങനെയാ വില? ഒരു ഗ്ലാസ്സിന് 20 രൂപ. ആളുകളൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. ആൾക്കാർ പറഞ്ഞുണ്ട്. മഴ ആയതുകൊണ്ട് അല്ല, വെയിലായതുകൊണ്ട് നല്ല സീസണാണ്. അത് കിലോ റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും 20 രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കൂടി, വെയിൽ കൂടിയതുകൊണ്ട് റേറ്റ് കൂടി. വരുന്നുണ്ട്. കഴിക്കാനും സാധനം വാങ്ങിക്കാനും വരുന്നുണ്ട്. 95 കേട്ടോ. ഒരു കിലോയ്ക്ക് 20 രൂപ, 25 രൂപയ്ക്കാണ് ഇപ്പം. നേരത്തെ 20 രൂപയായിരുന്നു, ഇപ്പം 25 രൂപ. ഇതൊക്കെ എവിടുന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? അതായത് ദിണ്ടിവനത്ത് 100 കിലോമീറ്റർ ചെന്നൈയിലെത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് 18 രൂപ കിലോയ്ക്ക്. അവിടെ നമുക്ക് 18 രൂപ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇവിടെ വരുമ്പോഴത്തേക്കും വണ്ടി ചാർജ്, ഇറക്കൂലി, ബാക്കിയുള്ള ശമ്പളം അതൊക്കെ വെച്ചാണ് കിലോയ്ക്ക് 25 രൂപ, ഇതിന് 20 രൂപ വെച്ച് വാങ്ങിക്കണം. പിന്നെ ഐസിൻ്റെ ഇത് ചിലവുണ്ട്. ഈ വെയിലത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ശമ്പളം എല്ലാം എടുത്തിട്ടാണ്. ഇപ്പോൾ ജ്യൂസിന് 20 രൂപ, തണ്ണിമത്തക്ക് 1 കിലോ 25 രൂപ കൊടുക്കണം. ചേട്ടാ, എങ്ങനെയുണ്ട് ചൂട്? ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത്. അല്ല ചേട്ടാ, നല്ല ചൂടാണല്ലോ പുറത്ത്. അതുകൊണ്ടാണ് തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയി എല്ലാവരുമായിട്ട് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നല്ല മൂവ്മെന്റ് ആയിരിക്കും. വീട്ടിൽ പോയി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ് അല്ലേ? എന്തായാലും കാലാവസ്ഥയ്ക്ക് ചൂടേറുകയാണ്. ഒപ്പം തണ്ണിമത്തന്റെ വിൽപ്പനയും ചൂടേറിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേവർക്കൊപ്പം അർച്ചന രവീന്ദ്രൻ, അഖില തായ്ക്കൂടത്തിൽ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.